മാനേജ്മെൻറ്റ് ഓഫ് എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്. പലതരത്തിലുള്ള എൻവയോൺമെൻറ്റൽ ഇഷ്യൂസിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ സാധിക്കുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസ് ഏതൊക്കെയാണ്, മെത്തേഡ്സ് ഏതൊക്കെയാണ് എംപ്ലോയ് ചെയ്യപ്പെടുന്നത്, ഇതുപോലുള്ള കാര്യങ്ങളാണ് ഈ സെഷനിൽ അനലൈസ് ചെയ്യുന്നത്. ഈ സെഷനിൽ എംഫസിസ് എന്ന് പറയുന്നത് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ചാണ്. ദ മാനേജ്മെൻറ്റ് ഓഫ് എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് ഈസ് ക്രൂഷ്യൽ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. സുസ്ഥിരമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് നടക്കണമെങ്കിൽ, എക്കോസിസ്റ്റം അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് പ്രോപ്പറായിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കണമെങ്കിൽ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യപ്പെടണം, അത് മാനേജ് ചെയ്യപ്പെടണം. എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റിൻ്റെ കീ ഏരിയാസ് എന്ന് പറയുന്നത് താഴെ പറയുന്നവയാണ്: വേസ്റ്റ് മാനേജ്മെൻറ്റ്, വാട്ടർഷെഡ് മാനേജ്മെൻറ്റ്, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, അഡ്ഹറൻസ് ടു ഇൻ്റർനാഷണൽ എഗ്രിമെൻറ്റ്സ് ആൻഡ് എൻവയോൺമെൻറ്റൽ ലോസ്. അപ്പോൾ ഇത് കുറേയേറെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 4-5 ടോപ്പിക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഇത് കൂടാതെ പലതരത്തിലുള്ള ഏരിയാസും ഉണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്ന് പറയുന്നത് സാധ്യമല്ല. അപ്പോൾ മെയിനായിട്ടുള്ളത് കുറച്ച് മാത്രം ഡിസ്കഷൻ നടത്തും. പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന 4 ഹെഡ്സും ഒറ്റ സെഷനിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ വീഡിയോ ലെസൺ വളരെ ലെങ്തി ആയിട്ട് മാറും. അതുകൊണ്ട് ഈ സെഷനിൽ വേസ്റ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ച് മാത്രമാണ് എംഫസിസ് കൊടുക്കുന്നത്. വേസ്റ്റ് മാനേജ്മെൻറ്റിൽ തന്നെ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് എങ്ങനെയാണ് ക്യാരി ഔട്ട് ചെയ്യുന്നത്, അതിൻ്റെ മെത്തേഡ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ സോളിഡ് വേസ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. സോളിഡ് വേസ്റ്റ് കൺസിസ്റ്റ് ഓഫ് ഡിസ്കാർഡഡ് മെറ്റീരിയൽസ് ദാറ്റ് ആർ നോ ലോങ്ങർ ഇൻ യൂസ് ആൻഡ് കനോട്ട് ഈസിലി ഡീകമ്പോസ് ഓർ ഡിസ്പോസ്ഡ് ഇൻ ടു ദ എൻവയോൺമെൻറ്റ്. അപ്പോൾ നാച്ചുറലായിട്ട് ഡീകമ്പോസ് ചെയ്യാത്ത ഡിസ്കാർഡ് ചെയ്യപ്പെട്ട സോളിഡ് മെറ്റീരിയൽസിനെയാണ്, എൻവയോൺമെൻറ്റിൽ പലതരത്തിലുള്ള ഹാം ഉണ്ടാക്കുന്ന മെറ്റീരിയൽസിനെയാണ് സോളിഡ് വേസ്റ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ പ്രോപ്പറായിട്ട് നടത്തുകയാണെങ്കിൽ എൻവയോൺമെൻറ്റിൻ്റെ ഹെൽത്ത്, എക്കോസിസ്റ്റത്തിൻ്റെ ഹെൽത്ത് എന്ന് പറയുന്നത് എഫിഷ്യൻ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യപ്പെടും. അപ്പോൾ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നോക്കാം. സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഇറ്റ് റെഡ്യൂസസ് ദ ഹാംഫുൾ എഫക്ട്സ് ഓൺ ദ എൻവയോൺമെൻറ്റ്. എൻവയോൺമെൻറ്റിലുണ്ടാകുന്ന പലതരത്തിലുള്ള പൊല്യൂഷൻ പോലെയുള്ള ഹാംഫുൾ എഫക്ട്സിനെ റെഡ്യൂസ് ചെയ്യാൻ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് സഹായിക്കും. ഇംപ്രോപ്പർ ഡിസ്പോസൽ ഓഫ് മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് ക്യാൻ ക്രിയേറ്റ് unsanitary conditions leading to environmental pollution and the spread of disease transmitted by rodents and insects. ഈ മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് ഒക്കെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തില്ലെങ്കിൽ, ഡിസ്പോസ് ചെയ്തില്ലെങ്കിൽ അത് അൺസാനിറ്ററി ആയിട്ടുള്ള വൃത്തിഹീനമായിട്ടുള്ള കണ്ടീഷൻസ് ക്രിയേറ്റ് ചെയ്യും. അത് പൊല്യൂഷനെ പ്രൊമോട്ട് ചെയ്യും. അതുപോലെ തന്നെ പലതരത്തിലുള്ള ഡിസീസസ് വെക്ടർസിൻ്റെയൊക്കെ സഹായത്തിൽ അല്ലെങ്കിൽ മറ്റുള്ള ആനിമൽസിൻ്റെയൊക്കെ സഹായത്തിൽ സ്പ്രെഡ് ആകും. ഇപ്പോൾ ടോട്ടലായിട്ടുള്ള കമ്മ്യൂണിറ്റിയുടെ ഹെൽത്ത് എന്ന് പറയുന്നത് അഫക്റ്റഡ് ആകുന്നതാണ്. അപ്പോൾ ഇനി സോളിഡ് വേസ്റ്റിനെ പല കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് ആണ് ആദ്യത്തെ കാറ്റഗറി. മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് ഓഫൺ ഇൻക്ലൂഡ് ഗാർബേജ് ദാറ്റ് ഈസ് ബയോഡിഗ്രേഡബിൾ ഫുഡ് വേസ്റ്റ്, ദെൻ റബ്ബിഷ് ദാറ്റ് ഈസ് നോൺ ബയോഡിഗ്രേഡബിൾ സോളിഡ് വേസ്റ്റ് ഫ്രോം ഹോം, ഓഫീസസ്, മാർക്കറ്റ്സ്, റെസ്റ്റോറൻറ്റ്സ് എക്സെട്ര. It includes everyday items like packaging materials, food scraps, paper, plastic and more. അപ്പോൾ ഇതിനകത്ത് ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള ഫുഡ് വേസ്റ്റ് ഒക്കെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നോൺ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള സോളിഡ് വേസ്റ്റും ഉണ്ടായിരിക്കും. അതായത് ഹോമിൽ നിന്നും ഓഫീസിൽ നിന്നും ഒക്കെ ഉണ്ടാകുന്നത്. ഇത് ഒരു മേജർ ഷെയർ ആണ്. ഇനി രണ്ടാമത്തതാണ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയൽ സോളിഡ് വേസ്റ്റ് ഈസ് ജനറേറ്റഡ് ബൈ മാനുഫാക്ചറിങ് ആൻഡ് ഇൻഡസ്ട്രിയൽ പ്രോസസ്സസ്. പലതരത്തിലുള്ള വസ്തുക്കൾ, റോ മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാനുഫാക്ചറിങ് പ്രോസസ്സ് നടത്തുമ്പോൾ ഉണ്ടാകുന്ന ബൈ പ്രോഡക്ട്സ് ആണ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് മെറ്റീരിയൽസ് സച്ച് ആസ് മാനുഫാക്ചറിങ് സ്ക്രാപ്പ്, പാക്കേജിങ് മെറ്റീരിയൽസ്, വയേഴ്സ്, ദെൻ അബാൻഡൻഡ് വെഹിക്കിൾസ് എക്സെട്ര. ഇപ്പോൾ പല കാറ്റഗറി ഉണ്ട് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് എന്ന് പറയുന്നത്. ഏത് ഇൻഡസ്ട്രിയാണ് കൺസേൺഡ് ആയിരിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും അതിൻ്റെ ഫൈനലായിട്ടുള്ള വേസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത കാറ്റഗറിയാണ് ബയോമെഡിക്കൽ വേസ്റ്റ്. മെഡിക്കൽ ഓർ ഹെൽത്ത് കെയർ വേസ്റ്റ് ഇൻക്ലൂഡ്സ് വേസ്റ്റ് ജനറേറ്റഡ് ഇൻ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് സച്ച് ആസ് ഹോസ്പിറ്റൽസ് ആൻഡ് ക്ലിനിക്. ഇപ്പോൾ ഹോസ്പിറ്റൽസിൽ നിന്നും ക്ലിനിക്കിൽ നിന്നുമൊക്കെ ഇഷ്ടംപോലെ മറ്റീരിയൽസ് വേസ്റ്റായിട്ട്, സോളിഡ് വേസ്റ്റായിട്ട് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ സർജിക്കലായിട്ടുള്ള മറ്റീരിയൽസ്, ഇപ്പോൾ ഈ കോട്ടണ്, സ്വാബ്, പിന്നെ സർജറിയുടെ ഒക്കെ ആംപ്യൂട്ടേഷനൊക്കെ നടത്തി കഴിഞ്ഞിട്ടുള്ള പ്രോഡക്ട്സ്, ഇതെല്ലാം ഒരു സോളിഡ് വേസ്റ്റ് ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ് ഉണ്ട്, ബയോമെഡിക്കൽ വേസ്റ്റ് ഉണ്ട്,
പിന്നെ അതർ മെറ്റീരിയൽസ് കണ്ടാമിനേറ്റഡ് വിത്ത് പൊട്ടൻഷ്യലി ഇൻഫെക്ഷ്യസ് സബ്സ്റ്റൻസസ്. ഇതൊക്കെയാണ് ബയോമെഡിക്കൽ വേസ്റ്റിൽ വരുന്നത്. ഇനി അടുത്ത കാറ്റഗറിയാണ് ഈ വേസ്റ്റ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മോഡേൺ സിവിലൈസേഷനിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു വേസ്റ്റാണ് ഈ വേസ്റ്റ് എന്ന് പറയുന്നത്. ഇലക്ട്രോണിക് വേസ്റ്റ് ആണ്. ഇറ്റ് റെഫേഴ്സ് ടു ഡിസ്കാർഡഡ് ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് കമ്പോണൻറ്റ്സ്. അപ്പോൾ ഇതിനകത്ത് തന്നെ വളരെ ഹാംഫുള്ളായിട്ടുള്ള പലതരത്തിലുള്ള മെറ്റീരിയൽസും ഉണ്ടായിരിക്കും, റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ഹസാഡസ് വേസ്റ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിലും ഈ വേസ്റ്റിനെ നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കും. ഇനി അടുത്ത കാറ്റഗറിയാണ് ഹസാഡസ് ആയിട്ടുള്ള വേസ്റ്റ്. പൊട്ടൻഷ്യലായിട്ട് ഹെവി ആയിട്ടുള്ള ഹാം എൻവയോൺമെൻറ്റിന് ഉണ്ടാക്കാൻ കേപ്പബിലിറ്റി ഉള്ള കെമിക്കൽസ് ഒക്കെ ഉള്ള വേസ്റ്റിനെയാണ്, സോളിഡ് വേസ്റ്റിനെയാണ് ഹസാഡസ് വേസ്റ്റ് എന്ന് പറയുന്നത്. അത് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ഒക്കെ വരും, ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള കെമിക്കൽസ് വരും, സോൾവെൻറ്റ്സ് വരും, പെസ്റ്റിസൈഡ്സും ഹെർബിസൈഡ്സും ഒക്കെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ദെൻ അടുത്ത കാറ്റഗറിയാണ് കൺസ്ട്രക്ഷൻ ആൻഡ് ഡിമോളിഷൻ വേസ്റ്റ് എന്നുള്ളത്. അതായത് കൺസ്ട്രക്ഷൻ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന വേസ്റ്റ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഡിമോളിഷൻ പ്രോസസ്സ്, ബിൽഡിങ്സ് ഒക്കെ ഡിസ്ട്രോയ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റ് എന്ന് പറയുന്നത്. റിനോവേഷന് വേണ്ടിയിട്ടും ഡിമോളിഷൻ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുമൊക്കെ അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന വേസ്റ്റിനെ കൺസ്ട്രക്ഷൻ ആൻഡ് ഡിമോളിഷൻ വേസ്റ്റ് എന്ന് പറഞ്ഞ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അതായത് കോൺക്രീറ്റ്, വുഡ്, മെറ്റൽ, ബ്രിക്ക്, പിന്നെ അതർ ഡേബ്രീസ് ഫ്രോം ബിൽഡിങ്സ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ്. ഇനി അടുത്ത കാറ്റഗറിയാണ് അഗ്രികൾച്ചറൽ വേസ്റ്റ് എന്ന് പറയുന്നത്. ഇൻക്ലൂഡ് ലീവ്സ്, പീൽസ്, സ്ട്രോ, സ്റ്റെം, ഷെല്ല്, അതായത് വെജിറ്റബിൾസ് അല്ലെങ്കിൽ ക്രോപ്സ്, പ്ലാന്റ്സിൻ്റെയൊക്കെ വേസ്റ്റ് മെറ്റീരിയൽ. ഇതിൻ്റെ മജോറിറ്റി എന്ന് പറയുന്നത് ബയോഡിഗ്രേഡബിൾ ആണ്, പക്ഷേ ചിലതൊന്നും ബയോഡിഗ്രേഡബിൾ അല്ല. കാരണം ഇതിനകത്ത് തന്നെയാണ് നമ്മൾ പെസ്റ്റിസൈഡ്സും ഹെർബിസൈഡ്സും ഒക്കെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ അഗ്രികൾച്ചറൽ വേസ്റ്റിനകത്ത് ഹസാഡസ് വേസ്റ്റ് എന്ന് പറയുന്ന കാറ്റഗറിയും ഇൻക്ലൂഡഡ് ആണ്. ഇനി ഇങ്ങനെ വേസ്റ്റ് പ്രൊഡക്ഷൻ കൂടാനുള്ള കാരണം, കോസസ് ഓഫ് ഇൻക്രീസ്ഡ് സോളിഡ് വേസ്റ്റ് പ്രൊഡക്ഷൻ, അതിൻ്റെ പ്രൈം റീസൺ എന്ന് പറയുന്നത് ഓവർ പോപ്പുലേഷനാണ്. പോപ്പുലേഷൻ കൂടുമ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റിൻ്റെ ഏത് കാറ്റഗറിയിലുള്ള വേസ്റ്റ് ആണെങ്കിലും അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് വളരെയധികം കൂടും. പിന്നെ അർബനൈസേഷനാണ് അടുത്ത ഇതെന്ന് പറയുന്നത്. നഗരവൽക്കരണം നടന്നപ്പോൾ ഇൻഡസ്ട്രീസും അതുപോലുള്ള കാര്യങ്ങളും ഒക്കെ കൂടുതൽ ഫ്ലറിഷ്ഡായി. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയയിൽ, ഒരു ലൊക്കാലിറ്റിയിൽ കോൺസെൻട്രേറ്റഡ് ആയി. ആ ലൊക്കാലിറ്റിയിൽ കൂടുതൽ സോളിഡ് വേസ്റ്റ് ജനറേറ്റഡ് ആയി. ആൾക്കാർ കൂടുതൽ വരുന്നു, ഇൻഡസ്ട്രീസ് വരുന്നു, പിന്നെ അഗ്രികൾച്ചറും എല്ലാം അവിടെ അക്യൂമുലേറ്റഡ് ആയതുകൊണ്ട്, സെൻട്രലൈസ്ഡ് ആയതുകൊണ്ട് ഇതുപോലുള്ള വേസ്റ്റിൻ്റെ പ്രൊഡക്ഷനും വളരെയധികം കൂടിയെന്നുള്ളതാണ്. ഇനി അടുത്താണ് അഫ്ലുവൻസ് എന്ന് പറയുന്നത്. കൺസ്യൂമേഴ്സ് വിത്ത് ഹൈ പർച്ചേസിങ് കപ്പാസിറ്റി ഡിസ്കാർഡ് ഔട്ട്ഡേറ്റഡ് ഓർ അൺവാണ്ടഡ് ഐറ്റംസ്. അപ്പോൾ റിപ്പയർ ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് റീസൈക്കിൾ ചെയ്യുക, റിപ്പയർ ചെയ്യുക എന്നുള്ളത് ഇല്ലാതെയായി. കാരണം പർച്ചേസിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് പെർ ഇൻഡിവിജ്വൽസിൽ വളരെയധികം കൂടി. അപ്പോൾ ഒരു സാധനം നശിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഇലക്ട്രോണിക് എക്യുപ്മെൻ്റ് ആണെങ്കിൽ അത് നശിച്ചു കഴിഞ്ഞാൽ അതിനെ റിപ്പയർ ചെയ്യാൻ പോകുന്നില്ല, പുതിയത് മേടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കിന് സോളിഡ് വേസ്റ്റിനകത്ത് തന്നെയുള്ള ഈ വേസ്റ്റ് എന്ന് പറയുന്ന കാറ്റഗറി കൂടുതലായിട്ട് വരും. ഇതുപോലെ തന്നെയാണ് വീട്ടിൽ ഉപയോഗിക്കുന്ന നമ്മുടെ യൂട്ടൻസിൽസ്, നമ്മുടെ ആവശ്യമുള്ള വസ്തുക്കളൊക്കെ. അപ്പോൾ അതെല്ലാം വൺസ് കുറേ പഴയതായി കഴിയുമ്പോഴേക്കിന് പുതുതായിട്ടുള്ളത് പർച്ചേസ് ചെയ്യുന്നു. പർച്ചേസിങ് കപ്പാസിറ്റി കൂടി, ആൾക്കാരുടെ കപ്പാസിറ്റി, എക്കണോമിക് കപ്പാസിറ്റി കൂടിയത് കൊണ്ട് പഴയതെല്ലാം സോളിഡ് വേസ്റ്റായിട്ട് മാറി എന്നുള്ളതാണ്. ഇനിയുള്ളത് അഡ്വാൻസ് ഇൻ ടെക്നോളജിയാണ്. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് ഹാവ് ലെഡ് ടു ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് വെയർ ഡിസ്പോസിബിൾ ഐറ്റംസ് ആൻഡ് എക്സസീവ് പാക്കേജിങ് ആർ പ്രിഫേർഡ്. ഇപ്പോൾ ഈ ടെക്നോളജി വളരെയധികം അഡ്വാൻസ് ചെയ്തപ്പോൾ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഉണ്ടായി. പലതരത്തിലുള്ള മെറ്റീരിയൽസും വളരെ ഈസി ആയിട്ട് മാനുഫാക്ചർ ചെയ്യാൻ സാധിച്ചു. അത് പല ഏരിയയിലേക്കും, ലോകത്തിൻ്റെ നുക്കാൻ കോർണറിലേക്ക് അതിനെ മാർക്കറ്റ് ചെയ്യാനും അതിനെ എത്തിക്കാനും സാധിച്ചു, ട്രാൻസ്പോർട്ട് ചെയ്യാനും സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം പലതരത്തിലുള്ള സോളിഡ് വേസ്റ്റ് ജനറേറ്റ് ചെയ്തു. പാക്കേജിങ്ങിനൊക്കെ വേണ്ടിയിട്ട്, ട്രാൻസ്പോർട്ടേഷനൊക്കെ വേണ്ടിയിട്ട് പലതരത്തിലുള്ള സോളിഡ് വേസ്റ്റ് ജനറേറ്റഡ് ആയി. ഇനി ഇതിൻ്റെ ഇമ്പാക്ട്സ് നമുക്ക് നോക്കാം. എഫക്ട്സ് ഓഫ് പുവർ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ്. മെയിനായിട്ടും വരുന്നത് വെക്ടർ ബോൺ ഡിസീസ് ആൻഡ് വാട്ടർ ബോൺ ഡിസീസാണ്. പൊല്യൂഷൻ ഉണ്ടാക്കും, അതുപോലെ തന്നെ കണ്ടാമിനേഷൻ ക്രിയേറ്റ് ചെയ്യും, അൺസാനിറ്ററി ആയിട്ടുള്ള കണ്ടീഷൻസ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ വെക്ടേഴ്സ്,
അതായത് ഡിസീസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഇൻസെക്ട്സ് പോലെയുള്ള ഓർഗാനിസംസ്, മൊസ്കിറ്റോ പോലെയുള്ള ഓർഗാനിസംസ് ഒക്കെ വളരെയധികം ഫ്ലറിഷ് ചെയ്യും അതിൻ്റെ പോപ്പുലേഷൻ. അപ്പോൾ വെക്ടർ ബോൺ ഡിസീസസ് വളരെയധികം കൂടും, വാട്ടർ ബോൺ ഡിസീസസും കൂടും. പിന്നെ സോളിഡ് വേസ്റ്റ്, ഫുഡ് വേസ്റ്റ് ഒക്കെ വളരെ കൂടുകയാണെങ്കിൽ സ്ട്രേ ആനിമൽസ്, സ്ട്രേ ഡോഗ്സ് ഒക്കെ പോലെയുള്ള ഓർഗാനിസംസിൻ്റെ എണ്ണം വളരെയധികം കൂടും, സ്കാവഞ്ചേഴ്സിൻ്റെ എണ്ണം കൂടും. അത് നോർമലായിട്ടുള്ള എക്കോളജിക്കൽ ബാലൻസിനെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യും. അപ്പോൾ ഇതെല്ലാം ഫൈനലായിട്ട് അതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റൽ ഡിഗ്രഡേഷനാണ്. എൻവയോൺമെൻറ്റ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാതെ വരും, അതിൻ്റെ ബാലൻസ് അഫക്റ്റഡ് ആവുന്നതാണ്. ഇനി നമുക്ക് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ടെക്നീക്സ് അല്ലെങ്കിൽ എംപ്ലോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടെക്നീക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമേ നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നത് സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാത്ത എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രാക്ടീസസ് ആണ്. അപ്പോൾ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കമ്പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ കമ്പോസ്റ്റിങ്ങിനെ തന്നെ പലതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എയറോബിക് കമ്പോസ്റ്റിംഗ്, അനയറോബിക് കമ്പോസ്റ്റിംഗ്, പിന്നെ വെർമി കമ്പോസ്റ്റിംഗ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വളരെ കൺസൈസായിട്ട് എന്നാൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാകുന്ന രീതിയിൽ ഒന്ന് ഡിസ്കസ് ചെയ്യും. ആദ്യത്തെ കാറ്റഗറിയാണ് എയറോബിക് കമ്പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രോസസ് ദാറ്റ് റിക്വയർ ഓക്സിജൻ ഫോർ ദ ബ്രേക്ക് ഡൗൺ ഓഫ് ഓർഗാനിക് വേസ്റ്റ്. ഇപ്പോൾ കമ്പോസ്റ്റിംഗ് എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ഓർഗാനിക് വേസ്റ്റിനെ ഡിഗ്രേഡ് ചെയ്ത് ഡീകമ്പോസ് ചെയ്ത് അതിൽ നിന്ന് മാനുവർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഫൈനൽ പ്രോഡക്റ്റ്, കമ്പോസ്റ്റ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഇതിൽ നിന്ന് ഉണ്ടാകും. അത് നമുക്ക് ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫെർട്ടിലൈസറായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. പ്ലാന്റ് ഗ്രോത്തിനെ അത് പ്രൊമോട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ മൈക്രോ ഓർഗാനിസംസ് വഴിയാണ് ഈ ഡീകമ്പോസിഷൻ പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ഓക്സിജൻ ഈ എയറോബിക് കമ്പോസ്റ്റിങ്ങിൽ വളരെയധികം അത്യാവശ്യമാണ്. ഓക്സിജൻ ഇല്ലാത്ത സിറ്റുവേഷനിൽ വർക്ക് ചെയ്യാത്ത തരത്തിലുള്ള മൈക്രോബ്സിനെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. സോ മൈക്രോ ഓർഗാനിസം യൂസ് ഓക്സിജൻ ടു ഡീകമ്പോസ് വേസ്റ്റ്. ഇനി എയറോബിക് കമ്പോസ്റ്റിംഗ് തന്നെ പലതരത്തിലുള്ള മെത്തേഡ്സ് ഉണ്ട്. വിൻഡ്രോ കമ്പോസ്റ്റിംഗ് എന്ന് പറയും, ഇൻവെസൽ കമ്പോസ്റ്റിംഗ്, ദെൻ എയറേറ്റഡ് സ്റ്റാറ്റിക് പൈൽ കമ്പോസ്റ്റിംഗ്. ഇപ്പോൾ വിൻഡ്രോ കമ്പോസ്റ്റിങ്ങും ഈ പറഞ്ഞ ഇൻവെസലും ദെൻ എയറേറ്റഡ് സ്റ്റാറ്റിക് പൈൽ കമ്പോസ്റ്റിംഗ് എന്നൊക്കെ പറയുന്നത് മാസീവായിട്ടുള്ള പ്രോസസ്സാണ്, കമ്പോസ്റ്റിംഗ് പ്രോസസ്സാണ്. ഇനി വിൻഡ്രോ കമ്പോസ്റ്റിംഗ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓപ്പൺ ആയിട്ടുള്ള ഏരിയയിൽ വേസ്റ്റ് മെറ്റീരിയൽസ് ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് എയറേഷൻ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത്, അതായത് ഓപ്പൺ ഏരിയ ആകുമ്പോൾ അവിടെ ഉറപ്പായിട്ടും എയറേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ സഹായത്തിൽ ഈ കമ്പോസ്റ്റിംഗ് പ്രോസസ്സ് നടന്ന് കമ്പോസ്റ്റ് ജനറേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഇൻവെസൽ കമ്പോസ്റ്റിംഗ് എന്ന് പറയുന്നത് അതിന് ലാർജ് കണ്ടെയ്നേഴ്സ് ഉണ്ട്. ആ കണ്ടെയ്നേഴ്സിലേക്ക് ഓക്സിജൻ സപ്ലൈ കൊടുക്കുന്നു, മൈക്രോ ഓർഗാനിസംസിനെ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ വേസ്റ്റ് മെറ്റീരിയലിനെ അത് കമ്പോസ്റ്റ് ചെയ്യും. അപ്പോൾ ഒരു ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ പ്രോസസ്സാണ്. ഇനി എയറേറ്റഡ് സ്റ്റാറ്റിക് പൈൽ കമ്പോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഈ വിൻഡ്രോ കമ്പോസ്റ്റിങ്ങിൻ്റെ പോലെ തന്നെ ലാർജ് പൈൽസാണ് അവിടെ ഓപ്പൺ ഏരിയയിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ അഡീഷണലായിട്ട് ഇവിടെ ഓക്സിജൻ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്യൂബ്സ്, ചാനൽസ് ഒക്കെ ഉണ്ടായിരിക്കും, അഡീഷണൽ ഫെസിലിറ്റീസും ഉണ്ടായിരിക്കും. ഇതാണ് വ്യത്യാസം. ഇനി അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പോസ്റ്റിംഗ് മെത്തേഡാണ് വെർമി കമ്പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. കമ്പോസ്റ്റ് ഫോർമേഷൻ ഈസ് ഫെസിലിറ്റേറ്റഡ് ബൈ എർത്ത് വർംസ്. ഇവിടെ എർത്ത് വർംസ് എന്ന് പറയുന്ന നമ്മുടെ നേച്ചേഴ്സ് ഫ്രണ്ട് അല്ലെങ്കിൽ ഹ്യൂമൻ ഫ്രണ്ട്, നേച്ചേഴ്സ് പ്ലൗമാൻ, ഇതിനെ ഉപയോഗിച്ചിട്ടാണ് കമ്പോസ്റ്റിംഗ് പ്രോസസ്സ് നടത്തുന്നത്. ഇപ്പോൾ ഓർഗാനിക് മെറ്റീരിയലിനെ കൺസ്യൂം ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഈ പറഞ്ഞ എർത്ത് വർംസിനുണ്ട്. അപ്പോൾ അവർ ഈ ഡീകമ്പോസ് ചെയ്യുന്ന മെറ്റീരിയൽസിനെയാണ് കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോസസ്സ് നടത്തുമ്പോൾ ഫൈനലായിട്ടുള്ള പ്രോഡക്റ്റ് വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കമ്പോസ്റ്റ് ആയിരിക്കും. ഒരു ഓർഗാനിക് മെത്തേഡാണ് വേസ്റ്റ് ഡിഗ്രഡേഷൻ്റെ. ദെൻ വെർമി കമ്പോസ്റ്റിംഗ് ഡസ് നോട്ട് പ്രൊഡ്യൂസ് എക്സ്പ്ലോസീവ് ഗ്യാസസ് ഓർ അതർ ഹാംഫുൾ കെമിക്കൽസ്. ഇപ്പോൾ വെർമി കമ്പോസ്റ്റിംഗ് ഒരിക്കലും എക്സ്പ്ലോസീവ് ആയിട്ടുള്ള കെമിക്കൽസ് ഒന്നും ഉണ്ടാക്കത്തില്ല. അതുകൊണ്ട് ഈ മെത്തേഡ് വളരെ എക്കോ ഫ്രണ്ട്ലി ആണെന്ന് നമുക്ക് പറയാം. വെർമി കമ്പോസ്റ്റ് ഈസ് റിച്ച് ഇൻ എസെൻഷ്യൽ ന്യൂട്രിയൻസ് ലൈക്ക് ഫോസ്ഫറസ്, പൊട്ടാസ്യം ആൻഡ് നൈട്രജൻ. ഇറ്റ് ഓൾസോ പ്രൊവൈഡ് ബെനിഫിഷ്യൽ സോയിൽ മൈക്രോ ഓർഗാനിസംസ് ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ് ദാറ്റ് ഇംപ്രൂവ് സോയിൽ ഹെൽത്ത്. ഇപ്പോൾ വെർമി കമ്പോസ്റ്റ് ഏറ്റവും ആപ്റ്റായിട്ടുള്ള, ഐഡിയൽ ആയിട്ടുള്ള ഒരു ബയോ മാനുവറാണ്, ഒരു ഫെർട്ടിലൈസർ ആണ്. ഇനി അടുത്ത കാറ്റഗറിയാണ് എനറോബിക് കമ്പോസ്റ്റിംഗ്. കോൺട്രഡിക്ടറി ടു ദ എറോബിക് കമ്പോസ്റ്റിംഗ്, വേസ്റ്റ് ഡീകമ്പോസിഷൻ ടേക്ക് പ്ലേസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ ഇൻ ദ കേസ് ഓഫ് എനറോബിക് കമ്പോസ്റ്റിംഗ്. എനറോബിക് കമ്പോസ്റ്റിങ്ങിൽ ഈ ഓക്സിജൻ ഇല്ലാതെയാണ് വേസ്റ്റിൻ്റെ ഡീകമ്പോസിഷൻ നടക്കുന്നത്.
അപ്പോൾ ഇവിടെ ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ് മെയിനായിട്ട് നടക്കുന്നത്. എനറോബിക് ആയിട്ടുള്ള പ്രോസസ്സ്. യൂസ് ഫെർമെൻറ്റേഷൻ ടു ബ്രേക്ക് ഡൗൺ ഓർഗാനിക് വേസ്റ്റ്. ഇത് നടക്കണമെങ്കിൽ സീൽഡ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സ് വേണം, അല്ലെങ്കിൽ ഓക്സിജൻ മിക്സ്ഡ് ആവും. ഇപ്പോൾ എനറോബിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് ഈ കമ്പോസ്റ്റിംഗ് പ്രോസസ്സ് ചെയ്യുന്നത്. സ്ലോവർ ദാൻ എറോബിക് കമ്പോസ്റ്റിംഗ്. ഇത് എറോബിക് കമ്പോസ്റ്റിങ്ങിനേക്കാളും വളരെ കൂടുതൽ സമയം എടുത്തിട്ടാണ് സംഭവിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ന്യൂട്രിറ്റീവ് വാല്യൂ എന്നൊക്കെ പറയുന്നത് ഈക്വലായിട്ട് തന്നെ ഇരിക്കും. പിന്നെ ഇതിൻ്റെ ഏറ്റവും അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലെസ് മെയിൻ്റെനൻസ് ആണ്. മറ്റേ എറോബിക് കമ്പോസ്റ്റിങ്ങിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതിനെ സ്റ്റിർ ചെയ്ത് ലെയേഴ്സിനെ വേസ്റ്റിനെ എയറേറ്റഡ് ആക്കി കൊടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ അവിടെ കമ്പോസ്റ്റിംഗ് പ്രോസസ്സ് നടക്കത്തില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. സീൽഡ് കണ്ടെയ്നേഴ്സിൽ വൺസ് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്തിന് ശേഷം നോക്കിയാൽ മതി. റെഗുലർ മെയിൻ്റെനൻസിൻ്റെ ആവശ്യം ഒന്നും ഇല്ല. ഇതുപോലെയുള്ള ഒരു അനേറോബിക് ആയിട്ടുള്ള എഫക്റ്റീവായിട്ട് നമ്മുടെ വീടുകളിലും ഫ്ലാറ്റുകളിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കമ്പോസ്റ്റിംഗ് മെത്തേഡാണ് ബൊക്കാഷി കമ്പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് അനേറോബിക് കമ്പോസ്റ്റിംഗ് ഡെവലപ്ഡ് ഇൻ ദ 1980s. ദിസ് മെത്തേഡ് ഇൻവോൾവ്സ് യൂസിങ് ആൻ എയർ ടൈറ്റ് വെസൽ ആൻഡ് സ്പെഷ്യലൈസ്ഡ് ബാക്ടീരിയ ടു ഫെർമെൻറ്റ് ഫുഡ് സ്ക്രാപ്സ്. ഇറ്റ് ടേക്സ് ഫ്യൂ വീക്സ് അറ്റ് എ ടിപ്പിക്കൽ റൂം ടെമ്പറേച്ചർ. അപ്പോൾ ഇതിന് വേണ്ടത് ഒരു സീൽഡ് ആയിട്ടുള്ള കണ്ടെയ്നറാണ്. ഒരു ബക്കറ്റൊക്കെ മതി. അതിലേക്ക് സ്പെഷ്യലായിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ഫുഡ് വേസ്റ്റുമായിട്ട് മിക്സ് ചെയ്ത് അതിനെ സീൽഡായിട്ട് സൂക്ഷിച്ചാൽ മതി. ഫൈനലി കുറേ ആഴ്ചകൾക്ക് ശേഷം അത് കമ്പോസ്റ്റായിട്ട് മാറുമെന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള മെത്തേഡാണ്. ഇനി അടുത്തത് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ എഫക്റ്റീവായിട്ടുള്ള ടെക്നിക്കാണ്, കോമൺ ആയിട്ടുള്ള ടെക്നിക്കാണ് സാനിറ്ററി ലാൻഡ് ഫില്ലിംഗ് എന്നുള്ളത്. ലാൻഡ് ഫില്ലിങ് വർഷങ്ങളായിട്ട് സാധാരണ ചെയ്തു വരുന്ന ഒരു സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ടെക്നിക്കാണ്. അതായത് മാസീവായിട്ടുള്ള ലോഡ്സ് ഓഫ് സോളിഡ് വേസ്റ്റിനെ മാനേജ് ചെയ്യാൻ ഈ മെത്തേഡാണ് ഏറ്റവും എഫക്റ്റീവ്. ദിസ് ഈസ് എ മോസ്റ്റ് കോമൺ ആൻഡ് പോപ്പുലർ വേ ഓഫ് ക്യാരിങ് ഔട്ട് ദ ഡിസ്പോസൽ ഓഫ് സോളിഡ് വേസ്റ്റ്. ഇപ്പോൾ ആദ്യമേ മുനിസിപ്പൽ വേസ്റ്റ് ട്രാഷ് എന്ന് പറയുന്നത് പല സോഴ്സിൽ നിന്ന് കളക്ട് ചെയ്യപ്പെടുന്നു. വർക്കേഴ്സ് കളക്ട് ചെയ്യുന്നു. അതിനെ ഇതുപോലെ ഡംപിങ് ഏരിയാസിലേക്ക് കൊണ്ടുവന്നു. ഇവിടെ ഈ ഡംപിങ് ഏരിയാസ് എന്ന് പറയുമ്പോൾ അത് അവിടെ വലിയ മാസീവായിട്ടുള്ള പിറ്റ്സ് ആദ്യമേ ക്രിയേറ്റ് ചെയ്തിട്ട് ആ പിറ്റ്സിലേക്ക് ആദ്യമേ എക്സ്കവേറ്റേഴ്സൊക്കെ ഉപയോഗിച്ചിട്ട് മാസീവായിട്ടുള്ള പിറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. ഡീപ്പായിട്ടുള്ള ഡഗ്ഗിങ് പ്രോസസ്സ് നടത്തുന്നു. അവിടേക്കാണ് ലെയേഴ്സായിട്ട് ഈ ഗാർബേജ്, ട്രാഷ് അല്ലെങ്കിൽ വേസ്റ്റ് എന്ന് പറയുന്നത് പ്ലേസ് ചെയ്യുന്നത്. In these areas, the garbage is spread out, and once the land is full, it is topped with the layer of soil, sand and gravel to prevent any water seepage. അപ്പോൾ ഓരോ ലെയർ ബൈ ലെയർ ആയിട്ട് ഇൻ ബിറ്റ്വീൻ സോയിലും ഗ്രാവലും ഒക്കെ ലെയർ ചെയ്ത് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അങ്ങനെ എൻവയോൺമെൻറ്റിൻ്റെ ഹാം ഒരു പരിധി വരെ കുറയ്ക്കാൻ സാധിക്കുന്നു. പക്ഷേ എന്ന് പറഞ്ഞാൽ ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ഒന്നുമല്ല. പക്ഷേ മാസീവായിട്ടുള്ള ലോഡ്സിനെ, സോളിഡ് വേസ്റ്റിനെ മാനേജ് ചെയ്യാൻ ഇതല്ലാതെ വേറെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെക്കാനിസം വേറെ ഇല്ല എന്നുള്ളതാണ്. ഇനി അടുത്തതാണ് ഇൻസിനറേഷൻ. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ബേണിംഗ് കമ്പോസ്റ്റബിൾ സോളിഡ് വേസ്റ്റ് അറ്റ് എ വെരി ഹൈ ടെമ്പറേച്ചർ അണ്ടിൽ ഇറ്റ് ടേൺസ് ഇൻ ടു ആഷ്. അപ്പോൾ കത്തിക്കുക എന്നുള്ളതാണ് ഈ പ്രോസസ്സ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇൻസിനറേറ്റർ എന്ന് പറയുന്ന ഡിവൈസ് ഉപയോഗിക്കുന്നു. സിഗ്നിഫിക്കൻറ്റ് റിഡക്ഷൻ ഇൻ വേസ്റ്റ് വോളിയം വിച്ച് ലോവേഴ്സ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ടു ഡിസ്പോസൽ സൈറ്റ്. ഇപ്പോൾ വേസ്റ്റ് വോളിയം വളരെയധികം കുറയാൻ ഇതുവഴി കാരണമാകും. ഈ ലാൻഡ് ഫില്ലിംഗ് എന്നൊക്കെ പറയുന്നതിനേക്കാളും കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് ഈ വേസ്റ്റ് റിഡക്ഷൻ നടത്താൻ സാധിക്കും. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ ഉണ്ടാക്കും. അറ്റ്മോസ്ഫിയർ ഇത് കത്തിക്കുന്നത് കൊണ്ട്, ഗ്യാസസ് കൊണ്ട്, ടോക്സിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് കൊണ്ട് സാച്ചുറേറ്റഡ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിന് കുറച്ച് സ്ഥലം മാത്രമാണ്, ഒരു ഇൻസിനറേറ്ററിൻ്റെ സ്പേസ് മാത്രമാണ് ആവശ്യമുള്ളത്. ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ഗേഷ്യസ് പൊല്യൂട്ടൻസ് ത്രൂ ദ സ്മോക്ക്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹാംഫുൾ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇൻസിനറേറ്ററിൻ്റെ ആ ബാഡ് എഫക്റ്റ് കുറയ്ക്കുന്ന ഒരു തരത്തിലുള്ള ഒരു ബേണിംഗ് പ്രോസസ്സാണ് പൈറോലൈസിസ് എന്ന് പറയുന്നത്. പ്രോസസ് ദാറ്റ് ഇൻവോൾവ്സ് ഹീറ്റിംഗ് സോളിഡ് വേസ്റ്റ് മെറ്റീരിയൽ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ, കോസിങ് ലാർജ് മോളിക്യൂൾസ് ടു ബ്രേക്ക് ഡൗൺ ഇൻ ടു സ്മോളർ സിംപിളർ പ്രോഡക്ട്സ്. ഇപ്പം വിത്തൗട്ട് ഓക്സിജൻ ഇല്ലാതെ തന്നെ ഹീറ്റിംഗ് സോളിഡ് ആയിട്ടുള്ള വേസ്റ്റിനെ ഹീറ്റിന് ട്രീറ്റ് ചെയ്ത് അതിനെ സിമ്പിളായിട്ടുള്ള പ്രോഡക്റ്റ്സ് ആക്കി മാറ്റുന്ന
ഒരു മെത്തേഡാണ് പൈറോലൈസിസ് എന്ന് പറയുന്നത്. ദിസ് ഡീകമ്പോസിഷൻ ഒക്കേഴ്സ് അറ്റ് ടെമ്പറേച്ചേഴ്സ് ബിറ്റ്വീൻ 500 ആൻഡ് 600 സെൽഷ്യസ്. ഇത്രയും വലിയ ടെമ്പറേച്ചറാണ് ഇവിടെ കൊടുക്കുന്നത്. ഇറ്റ് ഈസ് എ ക്ലീനർ ഓൾട്ടർനേറ്റീവ് ടു ഇൻസിനറേഷൻ. പൊല്യൂട്ടൻസ് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ, അല്ലെങ്കിൽ പൊല്യൂട്ടൻസിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് വെൻ കമ്പയർഡ് ടു ഇൻസിനറേഷൻ വെരി ലെസ് ഇൻ പൈറോലൈസിസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്.